ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു ഡ്രൈവ് പോവുകയാണ്. ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസുകളിൽ ഒന്നായ കല്യാണത്തണ്ട് മലനിരകളുടെ ഇടയിലൂടെ നമ്മൾ വാഹനം ഓടിക്കാൻ പോവുകയാണ്. ഇന്ന് പഠിക്കുന്നത് മറ്റൊന്നുമല്ല, അതായത് കുത്തനെയുള്ള ഇടുങ്ങിയ കയറ്റങ്ങളിലൂടെ ഇത്തരത്തിലുള്ള റോഡുകളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഹാഫ് ക്ലച്ചിന്റെ ഉപയോഗം, അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കാം എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസും ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മൾ ഇപ്പോൾ ഇടുക്കിയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള കല്യാണത്തണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു കുത്തനെയുള്ള കയറ്റത്തോടു കൂടിയാണ് ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് കയറി പോകേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേ നമ്മൾ ആ ഒരു കയറ്റത്തോട്ട് വരികയാണ്. ഇനി നമ്മൾ ഈ ഒരു കയറ്റം കയറുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് തന്നെ കയറാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ട് തുടക്കക്കാർ ഇത് ശ്രദ്ധിച്ചിരിക്കണം. കൃത്യമായിട്ട് ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്സിലറേറ്റർ ആവറേജ് കൊടുത്ത് വേണം ഇത്തരത്തിലുള്ള കയറ്റം കയറി പോകാൻ. ഒരു കാരണവശാലും ആക്സിലറേറ്ററിൻ്റെ അളവ് കയറ്റത്തിൻ്റെ നടുവിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ കുറയ്ക്കരുത്. ഫസ്റ്റ് എൻ്റെ കാലം ഇതേ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുകയാണ്. പതുക്കെ കാലയച്ച് നമ്മൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു. അതായത് വണ്ടി മുന്നോട്ട് പോകുന്ന ആ ഒരു ക്ലച്ചിൻ്റെ വൈബ്രേഷൻ ലെവൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഏകദേശം വണ്ടി മുന്നോട്ട് പോകുന്ന ആ ഒരു ഹാഫ് ക്ലച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഒരു ഹാഫ് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മെല്ലെ മുന്നോട്ടെടുക്കുകയാണ്. ഹാഫ് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ഒപ്പം ക്ലച്ചിൽ നിന്ന് കാലയച്ചതേ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. ഇനി ഞാനിവിടെ കാല് കൊടുത്ത് കയറി പോകണം. നിങ്ങൾ നോക്കുക, ആക്സിലറേറ്റർ നന്നായിട്ട് കൊടുത്താണ് ഈ കുത്തനെ ഒരു കയറ്റം കയറുന്നത്. നിങ്ങൾ നോക്കിക്കുക, നല്ല കുത്തനെയുള്ള കയറ്റമാണ്, ഇടുങ്ങിയ റോഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഞാൻ കാല് കുറയ്ക്കാൻ പാടില്ല. കാല് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വണ്ടി ഇവിടെ നിന്ന് പോയിട്ട് ഒരു പക്ഷെങ്കിൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഉരുണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാല് കുറയ്ക്കുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഭീകരമാണ് ഈ ഒരു കയറ്റമെന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ കുത്തനെ ഒരു കയറ്റമാണ്. നിങ്ങൾ നോക്കുക, ചെറിയ റോഡാണ്, ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കയറ്റം കയറുന്ന അവസരങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഇതേ ഹോണൊക്കെ ചെയ്ത് വാഹനം കയറുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിത് ആക്സിലറേറ്ററിൻ്റെ അളവ് തീർത്തും കുറയ്ക്കുന്നില്ല. ആവറേജ് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മളിത് ഈ ഒരു കയറ്റം കയറി ഇങ്ങനെ വരികയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിലാണ് വരുന്നത്. ഓക്കെ, കയറ്റം ഇപ്പോൾ ആവറേജ് കയറി ഇത് ഏകദേശം ആ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് കയറി കഴിയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കയറ്റം കയറുമ്പോൾ താഴേന്ന് തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ കയറ്റം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം കയറുക. ആക്സിലറേറ്റർ ഒരുപാട് കുറയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓപ്പോസിറ്റ് വാഹനങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഹോൺ അടിച്ച് കയറാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ വളരെ വലിയൊരു കൊക്കയാണ്. നിങ്ങൾ നോക്കുക, ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വലിയൊരു ഗർത്തത്തിലേക്കാണ് ചെല്ലുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ക്ഷേത്രമാണ്, കല്യാണത്തണ്ട് ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ ശ്രീരാമനും സീതാദേവിയും വനവാസ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. ഞാനിതേ ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ലെഫ്റ്റ് എടുക്കുകയാണ്. കാരണം നമുക്ക് ഇനി ഇങ്ങോട്ടാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിലെ വെള്ളമൊക്കെ കിടക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ചെറിയൊരു റോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെറിയ റോഡായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ചേർന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സൈഡൊക്കെ ഈ സൈഡിൽ ഒരയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് കുറച്ച് വണ്ടി ഇത്തരത്തിൽ റൈറ്റ് സൈഡ് വന്നതിന് ശേഷം നമ്മൾ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലേസ് ഇങ്ങോട്ടാണ്. ഏകദേശം നമ്മുടെ ലെഫ്റ്റ് മിറർ ഈ തിരിയാനായിട്ട് ഉദ്ദേശിക്കുന്ന റോഡിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ, അതായത് ഈ ഒരു ലൈനിങ് വരുമ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒടിച്ചു കൊടുത്ത് നമ്മളിത് ഈ ഒരു റോഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗം സേഫായി, ഇവിടം സേഫായി. അതിനുശേഷം വീണ്ടും സ്റ്റിയറിങ്ങിനെ നമ്മൾ നേരെയാക്കി കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇടുങ്ങിയ റോഡാണ്, കോൺക്രീറ്റ് ചെയ്തേക്കുന്ന ഒരു റോഡാണ്. ഞാനിതേ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡുകളിൽ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ട് തുടക്കക്കാർ ഫസ്റ്റ് ഗിയറിൽ തന്നെ വാഹനം ഓടിക്കുന്നതാണ് ഏറ്റവും സേഫ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സൊക്കെയാണ് ഇപ്പോൾ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡും ഒക്കെ കൊടുക്കും. ഓക്കെ, ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് കൊടുക്കാം, ക്ലച്ച് ഓട്ടുന്നു, സെക്കൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇടുങ്ങിയ റോഡാണ്. ലെഫ്റ്റ് ഞാനിതേ എനിക്ക് കാണാം, റൈറ്റ് കാണാം. ഇവിടുന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ വണ്ടി വെളിയിലേക്ക് പോകും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഓക്കെ,
ഓക്കെ, ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾ നോക്കുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങളെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കുറച്ചും കൂടെ മേളിലേക്ക് പോകണം. ആ ഒരു ഭാഗത്തായിട്ടാണ് ക്ഷേത്രം കാണുന്നത്. നിങ്ങൾ നോക്കുക, ചുറ്റും മലനിരകളാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ, പുതിയ അപ്ഡേഷനൊക്കെ ഇവിടെ വരാനുണ്ട്. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. നിങ്ങൾ നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് കട്ടപ്പനയുടെ ഓരോ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇടുക്കി ഡാമിലെ വെള്ളം ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ എല്ലാ ദിവസവും സാധാരണ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താറില്ല. എന്നാലും ഇന്നൊരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ഒരു കാഴ്ചയും കൂടെ കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തേക്കുന്നത്. നിങ്ങളിതേ ആ ഒരു ഭാഗത്ത് നോക്കുക, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് കരുതുന്നു. ഇതേ ആ ഒരു ഭാഗത്ത് നോക്കുക, അത് ഇടുക്കി ഡാമിലെ വെള്ളമാണ് കിടക്കുന്നത്, കണ്ടില്ലേ? ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇടുക്കിക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് വന്ന് കാണുക. ഈ പ്ലേസിലേക്ക് വരേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കയറി നോക്കുക. എന്തായാലും നമ്മുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്ന വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് തുടരാം. ഇതിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത്. ഇടുങ്ങിയ റോഡാണ്, ടാറിട്ട റോഡാണ്. ഇരു സൈഡും നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ള ഒരു റോഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ അത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നടന്നു വന്നതുകൊണ്ട് ചെറിയ അണപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മൾ വാഹനം ഓടിക്കുന്നത് ചെറിയൊരു സ്പേസിലൂടെ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ കാണുക, വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ചെറിയൊരു കയറ്റമാണ്, അതുകൊണ്ട് തന്നെ മൂവ് ആക്കിയിട്ട് ഞാൻ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. നിങ്ങൾ ആവറേജ് ചെറിയ കയറ്റങ്ങളിലൂടെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇതേ ഇവിടെ നോക്കുക, ഒരു എസ് ടൈപ്പ് വളവാണ് നമ്മൾ തിരിയുന്നത്. ഇനി നിങ്ങൾ നോക്കി, ഇനി വീണ്ടും മുന്നിലായിട്ട് നല്ലൊരു വളവുണ്ട്, കയറ്റത്തോട് കൂടിയൊരു വളവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളവിൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇതേ ഞാൻ കയറ്റമായതുകൊണ്ട് തന്നെ അഡ്വാൻസ് ഫസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം ഇതേ വാഹനം ഇവിടെ തിരിയുകയാണ്. കുറച്ച് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡ് വന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ചെടുക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സൈലോ വാഹനമായതുകൊണ്ട് തന്നെ വണ്ടിക്ക് ആവറേജ് നീളവും വീതി ഉള്ളതുകൊണ്ടാണ് കുറച്ച് റൈറ്റ് സൈഡ് വന്ന് തിരിച്ചെടുത്തത്. എന്നാൽ ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്ത് എടുത്താൽ മതി. എന്നാൽ പോലും നിങ്ങൾ തുടക്കക്കാർ വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല വളവൊക്കെ എടുക്കുമ്പോൾ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറി എടുക്കുക. കാരണം വണ്ടിയുടെ സൈഡ് കുഴിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാനിത് സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇത് ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഇത് തേർഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത്. റോഡ് ആവറേജ് സ്ട്രെയിറ്റ് ആയപ്പോൾ മൂന്നാമത്തെ ഗിയർ കൊടുത്തു, വീണ്ടും ബ്രേക്ക് വന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള റോഡിൽ നിങ്ങൾ ഓടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് തിരക്കില്ലെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം പെട്ടെന്നൊരു വാഹനം വന്നു കഴിഞ്ഞാലും ഒരുപാട് അപകടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം ആവറേജ് നല്ലൊരു ഇറക്കത്തിലേക്കാണ് വാഹനം പോകുന്നത്. നിങ്ങൾ നോക്കുക, മുന്നിലായിട്ട് നല്ല കുത്തനെയുള്ളൊരു ഇറക്കമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ ഓടിക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ ഒരു സെക്കൻഡ് ഗിയർ ഒക്കെ കൊടുക്കുക. സെക്കൻഡ് ഗിയർ കൊടുത്ത് മെല്ലെ ക്ലച്ച് നയിച്ച് ബ്രേക്കേ കാലിൽ നിന്നാൽ മതി. അപ്പോൾ നമുക്ക് വാഹനം ആവറേജ് തുടക്കത്തിൽ സ്പീഡ് കുറച്ച് ഓടിക്കാൻ കഴിയും. കുറച്ചൊക്കെ ഓടിച്ചൊരു എക്സ്പീരിയൻസ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്നുണ്ട്, ഇടുങ്ങിയ റോഡ് കിട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയർ അങ്ങ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. തേർഡ് ഗിയർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇവിടെ നല്ലൊരു മലയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ തീയൊക്കെ ഇട്ട് പുല്ലെല്ലാം കരിഞ്ഞ് കിടക്കുന്നൊരു അവസ്ഥയിലാണ്. നിങ്ങൾ നോക്കുക, ഇത് ഈ ഒരു ഭാഗമൊക്കെ നോക്കുക, കണ്ടില്ലേ. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. നമുക്കിനി വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ടൊന്ന് പോയിട്ട് വരാം. തേർഡ് ഗിയറിൽ പോകുന്നു. ഇടുങ്ങിയ റോഡാണ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് വണ്ടി പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് ഗിയറിൽ പോകുന്നു. വീണ്ടും ഞാൻ വണ്ടിക്ക് ജസ്റ്റ് മൂവ് ആക്കുകയാണ്. മൂവ് ആക്കിയിട്ട് ഫോർത്ത് ഗിയർ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, നാലാമത്തെ ഗിയർ കൊടുത്ത് ദേ കയറി പോകുന്നു. ഇപ്പോൾ ചെറിയൊരു കയറ്റം തുടങ്ങി, അതുകൊണ്ട് തന്നെ ഗിയർ ഡൗൺ ചെയ്ത് ഞാനിത് തേർഡ് ഗിയർ കൊടുത്ത് ഈ ഒരു കയറ്റം നമ്മളിങ്ങനെ കയറി വരുന്നു. കയറ്റത്തിൻ്റെ അളവ് കൂടി ഗിയർ വീണ്ടും അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, അപ്പം നമ്മളൊരു ഫോർത്ത് ഗിയറിൽ കയറ്റം കയറി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വണ്ടിക്ക് മൂവ്മെൻറ്റ് കുറയുന്നു എന്ന് തോന്നിയാൽ ഗിയർ അഡ്വാൻസ് ആയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ 4th നിന്ന് പെട്ടെന്ന് 3rd കൊടുത്തു, വീണ്ടും പെട്ടെന്ന് 2nd ഗിയർ കൊടുത്താണ് കയറിയത്. നമ്മൾ ഒരുപാട് വണ്ടിക്ക് വലി മുട്ടിക്കാനായിട്ടുള്ളൊരു സമയം കൊടുത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള റോഡിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഗിയർ, അതായത് നിങ്ങൾക്ക് വണ്ടി സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബാലൻസിലുള്ള ഓരോ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കും. ഇപ്പം ഞാൻ ഓടിച്ച പോലെ തന്നെ എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്യണമെന്ന് തുടക്കത്തിൽ നിർബന്ധമില്ല. ഇത് നമുക്ക് കുറച്ചൊന്ന് ഓടിച്ച് പ്രാക്ടീസ് ആയെങ്കിൽ മാത്രമേ എല്ലാ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് ആണ്. മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കുക. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡിലെ ടയർ കാണാം. നിങ്ങൾ നോക്കുക, ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ റോഡിൻ്റെ എൻഡ് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കേ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ കൈയുടെ ഈ ഭാഗം വെച്ച് ഇവിടെയാണ് റൈറ്റ് സൈഡിലെ ടയർ. നിങ്ങൾ നോക്കുക. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ, ഈ ഒരു ഭാഗം വെച്ച് നിങ്ങൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ റോഡിൻ്റെ എൻഡ് നോക്കിയേ. രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു രീതി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. ഇനി നമുക്കിവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് തിരിക്കാം. ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇത്തരത്തിലുള്ള റോഡിൽ വാഹനം തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ലൊരു പ്ലേസ് കണ്ടെത്തി തിരിക്കുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ എനിക്കിവിടെ വന്നപ്പോഴത്തേന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കുക. ഇങ്ങോട്ടിപ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡ് ചേർത്ത് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൽ തിരിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ആ ഒരു പ്ലേസ് കണ്ടെത്തി. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ തിരിക്കുക. എപ്പോഴും വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുന്നതാണ് നല്ലത്. ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഓടിച്ച് റിവേഴ്സ് ഗിയർ ഓൾറെഡി കൊടുത്ത് ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ വാഹനം മെല്ലെ ബാക്കിലേക്ക് കയറുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ വണ്ടി കയറുന്നു. ഓക്കെ, കയറി വരുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡിലെ മിററും കൂടി ജസ്റ്റ് നോക്കുന്നു. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുന്ന് വണ്ടി ഒടിഞ്ഞു പോകും. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ച് നമ്മൾ വാഹനം മെല്ലെ മുന്നോട്ട് എടുക്കുന്നു. കണ്ടില്ലേ, ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ കഴിയും. ഇടുങ്ങിയ റോഡാണെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള സ്പേസുകൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് വേണം നിങ്ങൾ തിരിക്കാനായിട്ട്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള റോഡിൽ ചെയ്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് കാണിച്ചു തരാം. ഒപ്പം തന്നെ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട 1-2 പോയിൻറ്റ്സ് പറഞ്ഞു തരാം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണകരമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടി തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ 3rd ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും വണ്ടിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ആക്കി 4th ഗിയർ കൊടുക്കുകയാണ്. ആവറേജ് നമ്മൾ വാഹനം ഓടിക്കാൻ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കണ്ടില്ലേ, നിങ്ങൾ നോക്കുക, ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചാൽ എല്ലാ ഗിയറും നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാം. ഇപ്പോൾ 4th ഗിയറിലാണ് വാഹനം പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ മുന്നിലായിട്ട് ഒരു ചെറിയ വളവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് ജസ്റ്റ് 3rd കൊടുത്താൽ മതി. 3rd കൊടുത്തിട്ട് ക്ലച്ച് നയിച്ച് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആയിക്കോളും. വണ്ടി സ്ലോ ആയി, കണ്ടില്ലേ, വണ്ടി സ്ലോ ആയി 3rd പോകുന്നത്. ഓക്കെ, ഇനി നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനുള്ള ആ ഒരു ഇറക്കമാണ് കാണുന്നത്. നമ്മൾ ഇനി മുന്നോട്ട് ഈ ചെറിയൊരു കയറ്റം നമ്മൾ കയറുകയാണ്. 3rd ഗിയറിലാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, നമ്മൾ 3rd ഗിയറിൽ ഈ ഒരു കയറ്റം കയറുകയാണ്. ചെറിയ കയറ്റമാണ്, 3rd കയറിക്കോളും. നോക്കുക, 3rd ഗിയറിൽ ഇങ്ങനെ വാഹനം കയറി പോകുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2nd ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 3rd ഗിയറിൽ കയറി പോകുന്നു. ഞാനൊന്ന് ഹോൺ ചെയ്യുകയാണ്. കാരണം മുന്നിലേക്ക് വണ്ടി വല്ലതും വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് നമുക്ക് അറിയണം. ഞാൻ ഹോൺ ചെയ്ത് 3rd ഗിയറിൽ വാഹനം കയറി പോകുന്നു. ഓക്കെ, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവാക്കി നമ്മൾ കയറി പോവുകയാണ്. 3rd ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. ഞാനിത് ഹോൺ ചെയ്തു. ഓപ്പോസിറ്റ് വാഹനങ്ങളില്ല. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയി ഇറക്കത്തോട് കൂടിയ റോഡിലേക്ക് വന്നു. ഇനി ജസ്റ്റ് ക്ലച്ച് ഓട്ടുക, 4th ഗിയർ കൊടുക്കുക. കണ്ടില്ലേ, 4th ഗിയറിലാണ് പോകുന്നത്. വീണ്ടും എൻ്റെ കാല് മെല്ലെ ബ്രേക്ക് വന്നു. നിങ്ങൾ നോക്കുക, ബ്രേക്കിലാണ്. ഓക്കെ, ബ്രേക്ക് വന്ന് നമ്മളിത് ഈ റോഡ് പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് മുന്നേ കയറി കണ്ട ഒരു പ്ലേസാണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഇത്തരത്തിലുള്ള വിഷ്വലും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ചെയ്തിടുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം കാഴ്ചകളും കാണാം, ഡ്രൈവിംഗും പഠിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.